ഞാനിപ്പോൾ ഉള്ളത് വെഞ്ഞാറമൂടുള്ള സ്നേഹസ്പർശം എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്. സജനയ്ക്ക് ഈ സ്ഥലം അറിയായിരിക്കുമല്ലേ? സജന അറിയില്ല എന്ന് പറയരുത്, സജനയ്ക്ക് പ്രത്യേകം അറിയാം ഈ സ്ഥലം. കാരണം സജന ഇവിടെ വന്നിട്ടുണ്ട്, സജനയെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മാനസികാരോഗ്യം വെല്ലുവിളികളായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ഇതിനൊരു അവസാനമില്ലേ? റസൂൽ പൂക്കുട്ടി, ദിയാ സന, സജന നൂർ, ഫിറോസ് ഖാൻ തുടങ്ങിയവരെ ചുറ്റിപ്പറ്റി കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളെ കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതിനൊരു അവസാനമില്ല എന്ന് ചോദിച്ചു പോവുകയാണ് സുഹൃത്തുക്കളെ. കഴിഞ്ഞ ദിവസം ദിയാ സനയുടെ അമ്മായിമ്മയുടെ ഇന്റർവ്യൂ പുറത്തു വന്നത് എല്ലാവരും ഓർക്കുന്നുണ്ടാവുമല്ലോ അല്ലെ? നമ്മൾ അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ദിയാ സന അതിനുള്ള മറുപടിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതേപോലെ ദിയാ സന തന്റെ വീട്ടിൽ വെച്ച് MDMA ഉപയോഗിച്ചു എന്ന സജന നൂറിന്റെ വെളിപ്പെടുത്തലിനെതിരെ പുതിയ അലീബിയുമായി ദിയാ സന രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. സജന പറഞ്ഞ ഡേറ്റിനും സമയത്തും താൻ മറ്റൊരിടത്തായിരുന്നു എന്നാണ് ദിയ പറഞ്ഞു വെക്കുന്നത്. അതിനുള്ള തെളിവുകളും കാണിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ദിയാ സന തന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട ഒരു സ്റ്റോറി ഉണ്ട്. നമ്മുടെ റസൂൽ പൂക്കുട്ടിയുമായിട്ടുള്ള ചാറ്റാണത്. ആ ചാറ്റ് ഒന്ന് ഞാൻ വായിച്ചുതരാം. ഇതൊക്കെയാണ് ഇപ്പൊ റസൂൽ പൂക്കുട്ടിയുടെ അവസ്ഥ. അവൾ വീട്ടിലേക്ക് വരാൻ നിൽക്കുക. ഷാദി ഈസ് കംപ്ലീറ്റ്ലി ബ്രോക്കൺ. ഷീ സെഡ് ഷീ വിൽ കിൽ ദ കിഡ്സ് ആൻഡ് ഡൈ. ഷാദി എന്ന് പറഞ്ഞ റസൂൽ പൂക്കുട്ടിന്റെ വൈഫാണ്. ആള് കംപ്ലീറ്റ്ലി തകർന്ന് നിൽക്കുകയാണ്. മക്കളെയും കൊന്ന് താനും ചാവുമെന്നാണ് പൂക്കുട്ടിക്കൊക്കെ പറയുന്നത്. എന്തൊരു അവസ്ഥ ആണല്ലേ? ആ സ്ത്രീക്ക് അല്ലെങ്കിൽ എന്തൊക്കെയോ മാരകമായ രോഗങ്ങളൊക്കെ ഉണ്ട്. അതിനിടക്കാണ് പൂക്കുട്ടി സജനക്ക് പിന്നാലെ അവിഹിതം ഉണ്ടാക്കാൻ പോയത്. ആരും അറിയില്ല എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ എന്താണ് ഉണ്ടായത്? എല്ലാരും അറിഞ്ഞു. ആകെ ചീഞ്ഞു നാറി. ഇപ്പൊ സജനവും ഇല്ല, ഭാര്യയും ഇല്ല, ആരും ഇല്ലാത്തൊരവസ്ഥയായി. മാനഹാനി, ധനനഷ്ടം എല്ലാം സംഭവിച്ചു. റസൂൽ പൂക്കുട്ടിന്റെ ഭാര്യന്റെ സ്ഥാനത്ത് ആരായാലും ഇങ്ങനെയൊക്കെ ചിന്തിക്കത്തുള്ളൂ. സഹിക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ ആ പെണ്ണിനോട് അയാൾ ചെയ്തത്. എന്തായാലും അവർ അബദ്ധമൊന്നും കാണിക്കാതിരിക്കട്ടെ, അല്ലാതെ ഇപ്പൊ എന്ത് പറയാനാ? എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ദിയാ സന MDMA വിഷയത്തിൽ ഒരു അലീബിയുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അലീബി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലെ? ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ പ്രതി ആ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ലായിരുന്നു, മറ്റൊരിടത്താണ് എന്ന് തെളിയിക്കുന്ന പരിപാടിയെയാണ് അലീബി എന്ന് വിളിക്കുന്നത്. ഫെബ്രുവരി 15-ന് 12 മണിക്കും 1 മണിക്കും ഇടയിൽ തന്റെ വീട്ടിൽ വന്ന് ദിയാ സന MDMA ഉപയോഗിച്ചിരുന്നു എന്നാണല്ലോ സജന ആരോപിച്ചിരുന്നത്. ഞാൻ വേണമെങ്കിൽ സജന പറഞ്ഞ വീഡിയോ ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം. എന്റെ വീട്ടിൽ വന്ന് ദിയാ സന ഫെബ്രുവരി 15-ന് ഫെബ്രുവരി 15-ാം തീയതി 12-നും 12:30-ക്കും 1 മണിക്കും ഇടയ്ക്കാണ് നീ ഈ സാധനങ്ങൾ ചെയ്തിരിക്കുന്നത്. 12-നും 12:30-ക്കും 1 മണിക്കും ഇടയിൽ. അതെന്ത് കണക്കാണ് താത്ത? എന്നാ പിന്നെ 12-നും 1 മണിക്കും ഇടയിൽ എന്നങ്ങോട്ട് പറഞ്ഞാൽ പോരെ? അതിന്റെ ഇടയിൽ കൂടെ ഒരു 12:30 കയറ്റി വെച്ചത് എന്തിനാണ്? എന്തേലും ആവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, സജന പറയുന്ന ഡേറ്റിൽ, അതായത് ഫെബ്രുവരി 15-ന് താൻ സ്നേഹസ്പന്ദനം എന്ന് പറഞ്ഞൊരു അതിഥി മന്ദിരത്തിലായിരുന്നു എന്നാണ് ദിയാ സന പറയുന്നത്. അതിന് തെളിവായിട്ട് ഈ അഗതി മന്ദിരത്തിലെ വിസിറ്റേഴ്സ് രജിസ്റ്റർ ദിയാ സന കാണിക്കുന്നുണ്ട്. അതിൽ ദിയയുടെ പേരും വിസിറ്റ് ചെയ്ത സമയവും ഒക്കെ കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോയിലാണ് ദിയാ സന ഈ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം. ഹലോ, ഹായ് എവ്രിവൺ. ഞാനിപ്പോൾ ഉള്ളത് വെഞ്ഞാറമൂടുള്ള സ്നേഹസ്പർശം എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്. സജനയ്ക്ക് ഈ സ്ഥലം അറിയായിരിക്കുമല്ലേ? സജന അറിയില്ല എന്ന് പറയരുത്, സജനയ്ക്ക് പ്രത്യേകം അറിയാം ഈ സ്ഥലം. കാരണം സജന ഇവിടെ വന്നിട്ടുണ്ട്, സജനയെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മാനസികാരോഗ്യം വെല്ലുവിളികളായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് അമ്മമാര് നിൽക്കുന്ന സ്ഥലമാണ്. ഇതിന്റെ നടത്തിപ്പുകാരെന്ന് പറയുന്നത് ജലീലിക്കയും സുജിയാണ്. അപ്പോഴേ ബാക്കി കാര്യങ്ങൾ അവര് പറയും. എന്റെ വീട്ടിൽ വന്ന് ദിയാ സന ഫെബ്രുവരി 15-ന് ഫെബ്രുവരി 15-ാം തീയതി 12-നും 12:30-ക്കും 1 മണിക്കും ഇടയ്ക്കാണ് നീ ഈ സാധനങ്ങൾ ചെയ്തിരിക്കുന്നത്. നിങ്ങളൊന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. കാരണം എന്തോ ഇനി ഈ അമ്മമാരുടെ പ്രാർത്ഥനയാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബാക്കി കാര്യങ്ങളെല്ലാം ഇക്ക പറയും. നമസ്കാരം, എന്റെ പേര് ജലീൽ എന്നാണ്. ഞാൻ ഈ വെഞ്ഞാറമൂട് സ്നേഹസ്പർശം സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്റർ നടത്തുന്ന ആളാണ്. അപ്പോൾ ഇന്ന് പുലർച്ചയോടുകൂടി ഞാൻ ഈ സജന നൂറിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ദിയാ സനയുടെ വാട്സപ്പിലേക്ക് നോക്കിയപ്പോൾ ഓൺലൈനിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉടനെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദിയാ സന ഈ 2-ാം മാസം 2 പ്രാവശ്യം എന്താ അവിടെ വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം വന്നിട്ട് ഏകദേശം പിന്നെ ഒരു ദിവസം ഫുള്ള് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം അന്ന് എറണാകുളത്തോ മറ്റോ പോകാനുണ്ട്, വരുന്ന വണ്ടി എന്തോ ഡിലേ ആണെന്നോ ഒക്കെ പറഞ്ഞിട്ട്. അത് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം. 9-ാം തീയതി 2-ാം മാസം 9-ാം തീയതി വന്നിട്ടുള്ളത് സൽമാൻ പിന്നെ മേഘ, ഇവരുടെ വിവാഹ വാർഷികമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വന്നിട്ടുള്ളത്. അത് ആർട്ടിസ്റ്റുകളാണ്. അതെ, ഫെബ്രുവരി 9-ാം തീയതിയിലെ കാര്യമാണ് കേട്ടോ ഇപ്പൊ പറഞ്ഞത്. 9-ാം തീയതി ദിയാ സനയുടെ സുഹൃത്തുക്കളായിട്ടുള്ള സെൽമ, മേഘ എന്നീ പേരുള്ള 2 പേരുടെയും വിവാഹ വാർഷികമായിരുന്നു. അവർ ഈ അഗതി മന്ദിരത്തിലെ അമ്മമാരോടൊപ്പം വിവാഹ വാർഷികം ആഘോഷിക്കാൻ തീരുമാനിച്ചു. ദിയാ സന അതിനുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുത്തു. അവരുടെ കൂടെ അന്ന് അഗതി മന്ദിരം സന്ദർശിക്കുകയും ചെയ്തു. അതാണ് അവിടെ രജിസ്റ്ററിൽ എഴുതിയിരിക്കുന്നത്. ഇനിയാണ് ഫെബ്രുവരി 15-ലെ കാര്യം വരുന്നത്. അന്നാണല്ലോ ദിയ MDMA അടിച്ചു എന്ന് സജന പറഞ്ഞ ദിവസം. എന്തായാലും ഫെബ്രുവരി 15-ന് രജിസ്റ്ററിൽ എന്താണ് എഴുതിയെന്നുള്ളത് നമുക്കൊന്ന് കണ്ടോക്കാം.
പിന്നെ 2 മാസം 15-ാം തീയതി ദിയാസന. ഒന്നുകൂടെ പറയിക്കാത്. 2 മാസം 15-ാം തീയതി പിന്നെ ദിയാസന. അന്ന് തലേദിവസം വാലന്റൈൻസ് ഡേ ആയിരുന്നു. അപ്പം വരാൻ പറ്റിയില്ല. അമ്മമാരെ കാണണമെന്നും പറഞ്ഞിട്ട് വന്നിട്ട് പിന്നെ എറണാകുളത്ത് എവിടെ പോകണമെന്നും പറഞ്ഞിട്ടൊക്കെയാണ് നിന്ന് പിന്നെ ഞാൻ ഉറക്കം പറഞ്ഞെന്നും പറഞ്ഞിട്ട് കയറി പോകാൻ പോയി. പിന്നെ വൈഫൊക്കെയാണ് കൂടെ ഇരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇതിൽ 1:20 മണിയോടുകൂടി പോയി എന്നാണ് പറഞ്ഞിട്ട് കാണിച്ചേക്കുന്നത്. പിന്നെ കൂടാതെ പല സാഹചര്യത്തിലും ആർട്ടിസ്റ്റുകളെയും കൊണ്ട് വരലുണ്ട്. പിന്നെ ഒറ്റയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം രാവിലെ 10 മണിക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി 11 മണി 10 മണി ഈ സമയത്തൊക്കെയാണ് തിരിച്ചു പോകുന്നത്. ഓക്കെ, അപ്പൊ ദിയാസന അഗതി മന്ദിരത്തിലേക്ക് ഒറ്റയ്ക്ക് വരുന്ന ദിവസങ്ങളിൽ രാവിലെ ഒരു 10 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ രാത്രി 12 മണിക്കൊക്കെയാണ് തിരിച്ചു പോകാറുള്ളത് എന്നുള്ളതാണ് അഗതി മന്ദിരത്തിലെ കെയർ ടേക്കർ പറയുന്നത്, അല്ലെ? ഇനി ഫെബ്രുവരി 15-ന് ദിയ എപ്പോഴാണ് വന്നത്, എപ്പോഴാണ് പോയത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഞാൻ ആ രജിസ്റ്റർ ചെയ്ത ഡീറ്റെയിൽസ് സൈഡിൽ വെക്കാം. ദിയാസന വാലന്റൈൻസ് ഡേ വിസിറ്റ് 11:30 AM to 1:20 AM എന്നാണ് രജിസ്റ്ററിൽ എഴുതിയിട്ടുള്ളത്. അതായത് ഫെബ്രുവരി 15-ന് രാവിലെ 11:30 വന്നിട്ട് രാത്രി 1:30 ദിയാസന തിരിച്ചു പോയതെന്ന് അർത്ഥം. അതായത് ദിയ MDMA അടിച്ചു എന്ന് സജിന പറഞ്ഞ 12-നും 12:30-ക്കും 1 മണിക്കുമല്ല, ദിയ ഈ അഗതി മന്ദിരത്തിലായിരുന്നു എന്നാണ് രജിസ്റ്ററിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ രജിസ്റ്ററിൽ ദിയാസനയുടെ പേര് പിന്നീട് എഴുതി ചേർത്തതാണ് എന്നാണ് ചിലർ ആക്ഷേപിക്കുന്നത്. ദിയയുടെ വീഡിയോക്ക് താഴെ തന്നെ 1-2 കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് വായിച്ചുതരാം. സെയിം ഡേ വന്ന ഒരാളുടെ ഡീറ്റെയിൽസ് ബ്ലൂ എങ്കിലും ദിയയുടെ ബ്ലാക്ക് ഇങ്ക് പെന്നും കൊണ്ടും ആണ് ആൻഡ് അതിലെ ബാക്കിയെല്ലാം സിഗ്നേച്ചർ കഴിഞ്ഞും ഒരു ഗ്യാപ്പ് ഉണ്ട്. ബട്ട് ഇത് സ്ഥലം ഇല്ലാത്ത ഒരു സ്ഥലത്തെ എഴുതി ചേർത്ത പോലെ ഉണ്ട്. സംതിങ് ഫിഷി. TBH ഇതിൽ കൃത്രിമം തോന്നുന്നുണ്ട്. ആ വിസിറ്റേഴ്സിന്റെ റെക്കോർഡ് സൂക്ഷിക്കുന്ന ആൾ ഒരു ദിവസത്തേക്ക് ഡേറ്റ് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസത്തെ ഡേറ്റ് എഴുതുന്നത് ഒരു വരി വിട്ടാണ്. എന്നാൽ 15-ാം തീയതിയിലെ റെക്കോർഡ് എഴുതിയത് അവ്യക്തതയുണ്ട്. മാത്രമല്ല അത് കറുപ്പ് നിറത്തിലുമാണ്. TTLOസന എഴുതി ചേർത്തത് മഷിയുടെ കളർ. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അമ്പാനെ കണ്ടല്ലോ. ഇത് ആക്ച്വലി എനിക്കൊന്നും ഒന്നിനും ഡൗട്ട് ആയിരുന്നു. കറുപ്പ് മഷിയും അതുപോലെ എഴുത്തിനിടയിലുള്ള സ്പേസും എല്ലാം സംശയം ജനിപ്പിക്കുന്നത് തന്നെയാണ്. രജിസ്റ്ററിൽ ദിയാസനയുടെ പേര് കൃത്രിമമായി എഴുതി ചേർത്തതാവാനുള്ള സാധ്യത നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ്. എന്നാൽ ഇപ്പൊ ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു അലീബിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് താൻ MDMA അടിക്കാറില്ല, അല്ലെങ്കിൽ സജിന പറഞ്ഞ ദിവസം താൻ MDMA അടിച്ചിട്ടില്ല എന്നൊക്കെ തെളിയിക്കേണ്ട ആവശ്യം എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആക്ച്വലി സജിനയുടെ MDMA ആരോപണമൊന്നും ആരും വലിയ കാര്യമാക്കി എടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ദിയാസന ഇത്രയും കഷ്ടപ്പെട്ട് തെളിയിക്കാൻ നടക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആരും ഇത് വലിയ കാര്യമാക്കാൻ പോണില്ല എന്നുള്ളതാണ് സത്യം. ബാക്കി ഉണ്ടോക്കും എന്തായാലും സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. ഒരു ഫംഗ്ഷന് വരുന്നെങ്കിലും സുഹൃത്തുക്കളെ കൂടെ വരുന്നെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു 8-9 മണിക്കൂർ ഇവിടെ ഇവര് സ്പെൻഡ് ചെയ്തിട്ടേ പോകാറില്ല. അമ്മമാരുമായിട്ട് ഡാൻസ്, പാട്ട്, അവരെ എന്റർടൈൻ ചെയ്യുക, ഇങ്ങനത്തെ കുറെ ആക്ടിവിറ്റികളുമായിട്ട് പുള്ളിക്കാരി എൻഗേജ്ഡ് ആണ് ഇവിടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പുള്ളിക്കാരിയെ കോണ്ടാക്ട് ചെയ്തു. ഞങ്ങൾ ഇവിടെ ഒരു ഞങ്ങളുടെ ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇനോഗ്രേഷന് വേണ്ടി പുള്ളിക്കാരി ഇൻവൈറ്റ് ചെയ്യാൻ വിളിച്ചു. പുള്ളിക്കാരി ബിസിയാ. ഞങ്ങളുടെ പ്രാർത്ഥനകളുണ്ട്. ഇനി എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഞാൻ കൂടിക്കോളാം എന്ന് പറഞ്ഞാൽ എപ്പോഴേ അതങ്ങ് ക്ലോസ് ചെയ്തു നമ്മള്. പിന്നെ ഞങ്ങൾ അന്ന് വന്നത് ആ സമയത്ത് സജന വന്നതിന്റെ ഒരിതുണ്ടല്ലോ. അല്ല, സജന വന്നതിന്റെ വീഡിയോ എന്റെ ഇൻസ്റ്റഗ്രാമിലുണ്ട്. അപ്പൊ മനസ്സിലാവും സജന ഇവിടെ വന്നിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ പറയാൻ വന്നത്, സജന എന്നെ വെല്ലുവിളിച്ചത് 15-ാം തീയതി 12 മണിക്കും 1 മണിക്കും ഇടയിൽ എന്റെ ബ്ലഡ് ടെസ്റ്റോ മുടി ടെസ്റ്റോ എന്നെ ഗവൺമെന്റോ സർക്കാരോ നാട്ടുകാരോ ക്രൂശിച്ച് അടിച്ച് ഇടിച്ച് എന്നെ ഉപദ്രവിച്ച് എന്നെ അങ്ങ് കൊന്നു കളഞ്ഞ് ഏതെങ്കിലും രീതിയിൽ പരിശോധന നടത്താനാണ്. ഞാൻ പരിശോധിക്കാൻ ഇപ്പോഴും വില്ലിങ് ആണ്. പക്ഷെ ഒരു കാര്യം പറയാണ്, അവള് വിളിച്ച ആ ദിവസവും ആ സമയവും ഒക്കെ ഞാൻ നിങ്ങളെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. ഇത് ചിലപ്പോ ഈ ഇവിടുത്തെ അമ്മമാരുടെ ഒരു പ്രാർത്ഥനയായിരിക്കാം ഇതെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഞാൻ അത്രയും ചലഞ്ച് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. ഇത് പറയാനാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോഴേ റസൂൽ പൂക്കുട്ടിയും സജനയും തമ്മിലുള്ള വിഷയം നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഈ ചർച്ച മറയ്ക്കാൻ വേണ്ടിയിട്ട് ദിയാസനയുടെ മേലിൽ ഒരു വലിയൊരു അലിഗേഷൻ, എനിക്കും കുടുംബമുണ്ട്, എന്റെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഞാൻ സഹായിച്ചതിന്റെ പേരിലാണ് ഞാൻ ഈ പഴി മുഴുവനും കേൾക്കുന്നത്. ഞാൻ 2-3 ദിവസമായി പലരും വന്ന് എന്റെ അടുത്ത് പല രീതിയിൽ സംസാരിക്കുന്നു. എനിക്ക് പ്രശ്നമില്ല, കാരണം ഞാൻ ഇതുപോലുള്ള വലിയ പ്രതിസന്ധികൾ കടന്നു വന്നവൾ തന്നെയാണ്. എന്നെ കൂട്ടിക്കൊടുപ്പുകാരി, മറ്റവള്, വേശ്യ, ഈ സമൂഹത്തിന് ഒന്നിനും കൊള്ളാത്തവള്, അങ്ങനത്തവള്, ഇങ്ങനത്തവള്, ഇതൊക്കെ ഞാൻ കുറെ വർഷങ്ങളായി കേൾക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ എന്റെ ഫേസ്ബുക്കിന്റെ അടിയിൽ ഒരുപാട് സംഘപരിവാർ അജണ്ടകളോട് കൂടിയ ആളുകൾ വന്ന് എന്നെ അങ്ങ് ആക്രമിച്ച്, ഒരു മുസ്ലിം സ്ത്രീ ആയതിന്റെ പേരിൽ എന്നെ അങ്ങ് ആക്രമിച്ച്, എന്റെ മതത്തെ വച്ചിട്ട് എന്നെ ആക്രമിച്ച് എന്നെ ഇല്ലാതാക്കുന്ന തരത്തില് നിങ്ങൾ എന്റെ ജെൻഡറിനെ, എന്റെ സെക്ഷുവാലിറ്റിയെ, ഞാനെന്ന് പറയുന്ന വ്യക്തിത്വത്തെ
ഞാനൊരു കാര്യം പറയാം, ഞാൻ എവിടെയും തോറ്റു പിന്മാറി പോകുന്ന ഒരാളല്ല. ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കും. എന്റെ മടിയിൽ കനവില്ല. ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് സമൂഹത്തിന്റെ ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കുകയും ചെയ്യും. പക്ഷെ എനിക്കിതിവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. സജിന ചെയ്തുകൊണ്ടിരിക്കുന്നത്, സജിന ചെയ്തത് ഒരിക്കലും മറക്കുകയില്ല. ഞാൻ അതിന്റെ പുറകിൽ നിന്ന് ഇനി എന്നെ കൊന്നു കളഞ്ഞാൽ പോലും ഞാൻ പിന്മാറത്തുമില്ല. സജിനയുടെ റസൂൽ പൂക്കുട്ടിയുടെയും കഥ ഒരിക്കലും അവസാനിക്കാനും പോകുന്നില്ല. അത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഇത് ചെറുതൊന്നുമല്ല, ഇനി വലുത് 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 വരാനിരിക്കുന്നതേ ഉള്ളൂ. കൊള്ളാലും. ഇതുവരെ വന്നത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലുതാണ്. ഇനി ഇതിനും വലുത് വരാനിരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇനി എന്താണാവോ എന്തോ. എന്തായാലും ഞമ്മക്ക് ജാഗ്രത തന്നെ, അല്ലാതെ ഇപ്പൊ എന്താ പറയാ. എന്തായാലും കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം ഷെഫീന ബീവി പുറത്തു വിട്ട ദിയാസനയുടെ അമ്മായിമ്മയുടെയും നാത്തൂന്റെയും ഇന്റർവ്യൂ, അതിനെതിരെ സംസാരിച്ചുകൊണ്ട് ദിയാസന ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അടുത്തതായി ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം. ഹലോ ഗൈസ്, അപ്പൊ നമുക്ക് ഷഫീന ബീവി എന്ന് പറയുന്ന കാട്ടുവാണത്തെ പറ്റിയിട്ട് പറയാം. റസൂൽ പൂക്കുട്ടിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി സജനയുടെയും റസൂൽ പൂക്കുട്ടിയുടെയും വിഷയം മറച്ചു വെച്ചുകൊണ്ട് ദിയാസനയുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് സമൂഹത്തിന്റെ മുമ്പിൽ തള്ളി അവർക്ക് അതിനൊരു എന്താ പറയാ ചർച്ചയാക്കാൻ പാകത്തിനൊരു സംഭവം ഇട്ടുകൊടുത്ത് എന്തോ കാണിക്കുന്ന മട്ടിൽ ഭയങ്കരമായ ആട്ടങ്ങൾ ആടുന്നുണ്ട്. ഓക്കെ, അപ്പൊ റസൂൽ പൂക്കുട്ടിയുടെയും സജനയുടെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങിയാണ് ഷെഫീന ബീവിയും ദിയയുടെ അമ്മായിയമ്മയും അങ്ങനെ ഒരു ഇന്റർവ്യൂ സെറ്റ് ആക്കിയതെന്നാണ് ദിയാസന പറയുന്നത്. ഈ വിഷയത്തെ സംബന്ധിച്ച് വീഡിയോ ചെയ്ത സമയത്ത് നമ്മളും അതേ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അല്ലാതെ ഇപ്പൊ ദിയാസനയുടെ അമ്മായിയമ്മയുടെ ഇന്റർവ്യൂ വരാനുള്ള യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. 10-20 വർഷമായി നടക്കുന്ന ഒരു ഡിവോഴ്സ് കേസാണ് ദിയയുടെ. അല്ലാതെ ഇപ്പൊ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ മാത്രം പുതുതായി ഒന്നും അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും ദിയാസനയുടെ പേര് ചീത്തയാക്കണം എന്നൊരു ഒറ്റ ലക്ഷ്യം വെച്ച് മാത്രം ഉണ്ടാക്കിയ ഒരു ഇന്റർവ്യൂ ആയിട്ടാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്. പക്ഷെ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ദിയാസനക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ അങ്ങനെ ഒരു ഇന്റർവ്യൂ ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ദിയക്ക് എല്ലാത്തിനും ഇഷ്ടംപോലെ ചീത്തപ്പേരുണ്ടല്ലോ. ബാക്കി പറഞ്ഞാലും എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ എന്റെ ലൈഫിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ എന്റെ ജേണിയെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇന്ന് നിൽക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കൃത്യമായിട്ട് ഞാൻ ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിലും ആളുകളുടെ ഇടയിലും എന്റെ സുഹൃത്തുക്കളുടെ ഇടയിലും എന്റെ കുടുംബക്കാരുടെ ഇടയിലും ഒക്കെ സംസാരിക്കുന്നുണ്ട്. എന്റെ കുടുംബം എന്ന് പറയുന്നത് എന്റെ ഉമ്മായും എന്റെ മകനും എന്റെ അനിയത്തിയും അവളുടെ ഫാമിലിയും മാത്രമുള്ളതാണ്. അതിലപ്പുറം എനിക്കൊരു ബന്ധങ്ങളോ ഒരു തരം ഒരു ഇമോഷൻസോ ആളുകളായിട്ട് ആരുമായിട്ടും എനിക്കില്ല. ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന ആളുകൾ പോലും എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞിരുന്ന ആളിന്റെ ഫാമിലിയാണ്. ശരിക്കും ഈ നിമിഷം വരെ ഞാൻ ഡിവോഴ്സ് ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെയും വേറെ വിവാഹവും കഴിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ജീവിതം എൻ്റെതായിട്ടുള്ള ഇഷ്ടത്തിനും എൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യത്തിലും ഞാൻ ജീവിക്കുന്നുണ്ട്. ഞാൻ അന്നെടുത്ത തികച്ചും നിർണായകമായിട്ടുള്ള തീരുമാനം എൻ്റെ കുടുംബത്തിൽ നിന്നും ഈ ഭർത്താവായിരുന്ന ആളുകളുടെ ഫാമിലിയിൽ നിന്നും ഞാൻ ഇറങ്ങിപ്പോയ നിമിഷമായിരുന്നു. അതുകൊണ്ടിട്ട് എനിക്ക് വളരെ പ്രൗഡായിട്ട് പറയാൻ പറ്റും, ഓരോ പെൺകുട്ടികളും ഗാർഹിക പീഡനം ഏറ്റുകൊണ്ട് ഒരിടത്തും അടങ്ങി നിൽക്കരുത് എന്നും ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വരണമെന്നും ഇതുപോലെയുള്ള കുടുംബങ്ങളുടെ അടുത്ത് ഒരു രീതിയിലും ഒരു പെൺകുട്ടികളെയും അയക്കരുത് എന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ഇപ്പം ആ ഇന്റർവ്യൂ കണ്ടത് മുതൽ മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ജീവിതം ഏത് രീതിയിലായിരിക്കും പോയിട്ടുണ്ടാവും എന്നുള്ളത്. ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻസ് ഒന്നും തന്നെ തരുന്നില്ല. ആ പറഞ്ഞത് ശരിയാണ്. തനി അമ്മായിയമ്മ പോലും നാത്തും പോലും ലെവലായിരുന്നു ആ ഇന്റർവ്യൂ മുന്നോട്ട് പോയിരുന്നത്. ഒരു ടിപ്പിക്കൽ സാധനം, അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും തന്നെ അതിലുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ദിയക്ക് നെഗറ്റീവ് കിട്ടുന്നതിനേക്കാളും പോസിറ്റീവും സഹതാപവും കിട്ടാൻ ആ ഇന്റർവ്യൂ ഉപകരിക്കും എന്നാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്. കാരണം അമ്മായിയമ്മയുടെയും നാത്തുന്റെയും ഒക്കെ സംസാരം അമ്മാതിരി തറ ലെവലായിരുന്നു എന്നുള്ളതാണ്. ബാക്കി കേട്ടോക്കെ എന്തായാലും എന്നെ ഗാർഹികമായി പീഡിപ്പിച്ച് എൻ്റെ മുതലും സ്വത്തും ഒക്കെ തട്ടിയെടുത്ത് എൻ്റെ ജീവിതം വലിച്ചു കീറിയ ഒരു കുടുംബമാണ് വന്ന് പബ്ലിക്കിൽ വന്നിന്ന് ഘോര ഇരുന്ന് പ്രസംഗിക്കുന്നത്. അതിൽ എസ്പെഷ്യലി എൻ്റെ ഭർത്താവായിരുന്ന ആളിന്റെ സഹോദരി, അതായത് നാത്തൂൻ, അവളുടെ ഭർത്താവ് എൻ്റെ ജീവിതത്തിൽ വന്ന് എൻ്റെ മുതൽ മുഴുവനും തിന്നു തീർത്തു. ഞാൻ അപ്പോഴും ഈ ഭർത്താവായിരുന്ന ആളിനെ പോലും കൂടുതൽ പറയില്ല. കാരണം അയാളുടെ ആക്രമണം സഹിക്കവയ്യാതെ എൻ്റെ ജീവിതം വഴിമുട്ടി ഞാൻ അതിൽ നിന്ന് കരക്കേറി വന്ന നിമിഷം ഇപ്പം ആലോചിക്കുമ്പോൾ പുറകിലേക്ക് എൻ്റെ ലൈഫിൽ അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടായിരിക്കുമല്ലോ ഞാനിവിടെ ഇരിക്കണമെന്നുള്ള ഒരു സമാധാനം എനിക്കുണ്ട്. പക്ഷേ എന്നെ പുറകെ നടന്ന് വേട്ടയാടുന്നത് ഈ ഷഫീന ബീവി എന്ന് പറയുന്ന സ്ത്രീയാണ്. ഇവൾ ഏത് കാട്ടുവാണമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു ഷഫീന ബീവി. ഞാൻ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്നു. നിന്നെ എന്റെ കയ്യിൽ കിട്ടിയാൽ നീ ഒരു കാര്യം ചെയ്യ്. നിനക്ക് ലൈഫിൽ ത്രട്ടണിങ് ഉണ്ടെന്നും പറഞ്ഞിട്ട് ഒരു കേസ് കൊടുത്തിട്ട് ആ കേസുമായി ബന്ധപ്പെട്ട് നീ എന്നെ വിളിപ്പിക്ക്. അറ്റ്ലീസ്റ്റ് അവിടെയെങ്കിലും എനിക്ക് നിന്നെ കാണാൻ പറ്റുമല്ലോ. ഞാൻ നിന്നെ ഒരുപാട് തപ്പി. നിന്നെ പോലത്തെ ഒരു സ്ത്രീയെ ഞാൻ വല്ലതും ചെയ്യുന്നത് കൊണ്ട് ഇവിടുത്തെ ഒരുപാട് സ്ത്രീകൾക്ക് നല്ലത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് വരെ ഉണ്ട്, നീ ആക്രമിക്കപ്പെട്ട സ്ത്രീകൾ എല്ലാവരും ചേർന്നിട്ടുള്ളത്.
ആഹാ കൊള്ളല, അങ്ങനൊക്കെ ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടോ? എന്തുണ്ടും ഷെഫീന ബി ഇവർക്കൊന്നും ഇന്നേ വരെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് മോശമായി പോയത്. വെറുതെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എന്താണ് കാര്യം അല്ലേ? ഡയലോഗ് മാത്രമേ ഉള്ളൂ എന്നർത്ഥം. എന്തായാലും ബാക്കിയോട് പറഞ്ഞാട്ടെ. നിന്നെ പോലൊരു കാട്ട് വേണം. നിന്റെ ഫുൾ ഡീറ്റെയിൽ എവറി ഡേ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളുകൾ. ഓക്കെ, നീ എന്റെ ഒരു പാസ്റ്റ് ഹിസ്റ്ററി കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇതാണ്ട ആ ടീമുകൾ എന്ത് ഉദ്ദേശത്തിന്റെ പുറത്താണ് ഇപ്പോഴും ഇരിക്കണെന്നുള്ളത് നീ മനസ്സിലാക്കി തന്നു. അതുകൊണ്ടിട്ട് ഞാനതിൽ ഓക്കെയാണ്. അതൊക്കെ ഞാൻ വഴിയെ നോക്കിക്കോളാം. കാരണം നിയമപരമായിട്ട് ഓൾറെഡി കേസ് നിലനിൽക്കുകയാണ്. എന്നെ പറ്റിയിട്ടുള്ള ഇത്തരം വൃത്തികെട്ട അലിഗേഷൻസുകൾ പബ്ലിക്കിന്റെ മുമ്പിൽ പറഞ്ഞിരിക്കുന്നത് എന്നെ തിരിച്ചു മറിച്ചാണ് അവരവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഇന്ന് കാണുന്ന ദിയാസന അല്ല അന്നുണ്ടായിരുന്നത്. അന്നുണ്ടായിരുന്ന ദിയാസന വളരെ പാവമായിട്ടുള്ള കാമായിട്ടുള്ള ഒരു കുടുംബത്തിനകത്ത് ആ അണ്ടറിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. പക്ഷെ നിങ്ങളെപ്പോലെ ഒരു സ്ത്രീ എന്നെ ആക്രമിക്കാൻ വേണ്ടി വരുമ്പോൾ ഞാനൊരു കാര്യം പറയാണ് നിങ്ങളുടെ അടുത്ത്. നിങ്ങൾ എന്താ കരുതിയത്? രേണു സുധിയെ പോലെ ഒരു സ്ത്രീയെ ആക്രമിച്ചു, അതുപോലെ നിങ്ങൾ പല സ്ത്രീകളെ ആക്രമിച്ചു, നിന്നെ ഒരു ചുക്കും ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല എന്നല്ലേ? ദിയാസനയ്ക്ക് നിന്നെ ചെയ്യാൻ പറ്റും. ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു. നീ എവിടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറ, ഞാൻ നിന്റെ അടുത്ത് വരാം. കാരണം എന്താണെന്നറിയോ, എനിക്ക് നിന്നെ ഒന്ന് കാണണോടി ഷഫീന ബീവി. ഇനി കാട്ടുമുറി എനിക്ക് നിന്നെ ഒന്ന് കാണണം. നിന്നെ എനിക്ക് മാത്രമല്ല, നീ ഞാൻ പറയുന്നിടത്ത് വരികയോ നീ ഉള്ളിടത്തേക്ക് എന്നെ വിളിക്കുകയോ ചെയ്യടി, ഞാൻ വരാം. അവൾക്കുള്ള ഒരു വീഡിയോ ആണിത്. കാരണം കുറേ അധികം ആൾക്കാർ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തുകൊണ്ടാ ചേച്ചി പ്രതികരിക്കാത്ത, അത്രമാത്രം വൃത്തികേടാ പറയുന്നതെന്നുള്ളത്. അപ്പം ഞാൻ ആ കാട്ടുമൂറിയെ വെല്ലുവിളിക്കുന്നത് ഈ രീതിയിലാണ്. എങ്ങനെയെങ്കിലും ഇവളുടെ അടുത്തേക്ക് എത്തി ഇവളെ ഒറ്റ ആഗ്രഹമേ എനിക്കിപ്പം എൻ്റെ ഹൃദയത്തിലുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ സജിനയും റസൽ പൂക്കുട്ടിയും അവളെ ഇറക്കി കളിക്കുന്ന കളിയിൽ ആദ്യം ഞാൻ അവളെ ട്രീറ്റ് ചെയ്തിട്ട് പിന്നെ പതിയെ 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 ബാക്കി വരാം. പിന്നെ റസൽ പൂക്കുട്ടിയും സജിനയുമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റോറികളായിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പം ശരി. ഓഹോ, അപ്പൊ ദിയാസനക്ക് സജിനയും റസൂൽ പൂക്കുട്ടി കാക്കയും വെറുതെ വിടാൻ ഉദ്ദേശമില്ല എന്നർത്ഥം. പിന്നാലെ നടന്ന് ഉപദ്രവിക്കാൻ തന്നെയാണ് തീരുമാനം. പ്രത്യേകിച്ച് ഈ അമ്മായിമ്മയുടെ ഇന്റർവ്യൂ പുറത്തു വന്നതോടുകൂടി ദിയാസനക്ക് പൂക്കുട്ടി കാക്കയോടും സജിനയോടുമുള്ള വൈരാഗ്യം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. സജിനാണെങ്കിൽ പൂക്കുട്ടിയോട് അലമ്പായി നിന്നിരുന്ന സമയത്ത് സകല കാര്യങ്ങളും ദിയയോട് പറയുകയും ചെയ്തു. പറയുക മാത്രമല്ല, തെളിവുകൾ അടക്കം അയച്ചു കൊടുത്തു എന്നുള്ളതാണ്. ജാതി മണ്ടത്തരം കാണിച്ചതിനുള്ളത് ഇപ്പൊ അനുഭവിക്കുന്നുണ്ടല്ലോ. എന്ത് പറയാനാണില്ലേ? എന്തായാലും ഇനിയെങ്കിലും ഇതെല്ലാം അവസാനിപ്പിച്ചൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കുറെ കാലം ചീഞ്ഞു നാറാൻ തുടങ്ങി. എന്തായാലും എല്ലാവരും പഴയ സുഹൃത്തുക്കൾ ഒരുമിച്ചിരുന്ന് ഒരു ചാക്ക് കുടിച്ചൊരു രമ്യതയിലൊക്കെ എത്തിക്കൂടെ? കേസും കാര്യങ്ങളൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ. ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന പരസ്പരം ചളി വാരി എറിയുന്നതും സ്വന്തം പല്ലിന്റെ ഇട കുത്തി നാറ്റിക്കുന്നതും ഒക്കെ ഒന്ന് നിർത്തിക്കൂടെ? എന്തിനാണ് ഇങ്ങനെ സ്വയം നാറാൻ വേണ്ടി നിൽക്കുന്നത്? എന്തായാലും നിങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചിട്ട് മട്ടം പോലെ ചെയ്യും. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.